Welcome back to my channel, your online Teacher-Malayalam. ഇന്ന് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നവർക്കുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ച് മാത്രം എക്സാം എഴുതാൻ പോയിട്ട് കാര്യമില്ല, മാർക്ക് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഹാൻഡ് റൈറ്റിംഗ് ആണ്. നമ്മൾ എഴുതിയേക്കുന്നത് എത്രയൊക്കെ കറക്റ്റാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിൽ. നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ വൃത്തിക്ക് എഴുതിയാൽ മാത്രമേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊന്ന് നോക്കൂ. ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതിയേക്കുന്നതാണ്. നല്ല ഹാൻഡ് റൈറ്റിങ്ങിലാണ് എഴുതിയേക്കുന്നത്. സെയിം കാര്യം തന്നെ വേറൊരു ഹാൻഡ് റൈറ്റിങ്ങിലുള്ളതാണ് ഇത് കണ്ടോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അപ്പോൾ ഇത് ഏതിനായിരിക്കും 3 മാർക്ക് കിട്ടുന്നത്? എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യനായിരിക്കും 3 മാർക്ക് കിട്ടുന്നത്. ഇതിന് 1.5 മാർക്കോ അല്ലെങ്കിൽ 1 മാർക്കൊക്കെ വീഴാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ ഇവിടെ വെട്ടിയേക്കുന്നുണ്ടോ? ജസ്റ്റ് ഒരു വരയെ വരച്ചിട്ടുള്ളൂ. അതേസമയം സെയിം മിസ്റ്റേക്ക് ഇവിടെ വന്നപ്പോൾ വെട്ടിയേക്കുന്നുണ്ടോ? ഇങ്ങനെ. അപ്പം നമ്മളൊരു ആൻസർ തെറ്റി കഴിഞ്ഞാൽ വെട്ടുമ്പോഴും എല്ലാം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതുപോലെ ഓവറാക്കി വെട്ടാതെ ജസ്റ്റ് ഒരു വര മാത്രം വരയ്ക്കാം. അതൊന്ന് വെട്ടിക്കളയാം. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കണം. എല്ലാവർക്കും ഇതേപോലെ കഴ്സീവിലൊന്നും എഴുതാൻ പറ്റിയില്ലെങ്കിലും നല്ല വൃത്തിക്ക് എഴുതാം. മാക്സിമം വലത്തോട്ട് ചരിച്ച് കുറച്ച് നീളത്തിലായിട്ട് വൃത്തിക്ക് എഴുതാം. നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്പറിംഗ് ആണ്. കറക്റ്റായിട്ട് നമ്പർ ഇട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. നമ്മളെല്ലാം 1 മുതൽ 24 വരെ കറക്റ്റ് അങ്ങനെ ഇട്ട് പോകണം എന്നില്ല. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം എഴുതാം, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇടുന്ന നമ്പർ കറക്റ്റ് ആയിരിക്കണം. ഇതിൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ചിലവരിപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിന് ABC എന്ന് പറഞ്ഞുകൊണ്ട് 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ 1 എന്ന് പറഞ്ഞത് പുറത്ത് എഴുതണം, A അകത്ത് എഴുതിയിട്ട് അതിൻ്റെ ഉത്തരം എഴുതി. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വേണം Bയും എഴുതാൻ, Cയും എഴുതാൻ. അല്ലാതെ 1 ഇട്ടിട്ട് അതിൻ്റെ A എഴുതി പിന്നെ നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി, അത് കഴിഞ്ഞിട്ട് പിന്നെ 1 ഇട്ടിട്ട് B എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ്റെ കൂടെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ആ ക്വസ്റ്റ്യൻ്റെ ഒപ്പം തന്നെ എഴുതണം. നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ദ ബെസ്റ്റ്. നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന കാര്യം വേണം നമ്മൾ ആദ്യം എഴുതാൻ. നമ്മൾ പേപ്പർ നോക്കുന്നതിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ തെറ്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവുള്ളൂ എന്ന് അവർ കരുതും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആൻസേഴ്സ് ഫസ്റ്റ് എഴുതുക. അതിപ്പോൾ 1 മാർക്കിൻ്റെ ആയിക്കോട്ടെ 2 മാർക്കിൻ്റെ ആയിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല. അറിയാവുന്ന ആൻസേഴ്സ് ഫസ്റ്റ് എഴുതണം. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം പാരഗ്രാഫ്സ്. നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ പാരഗ്രാഫ്സ് തിരിച്ച് വേണം എഴുതാൻ. ചുമ്മാ നമ്മൾ ഇപ്പോൾ ഒരു 5 മാർക്കിൻ്റെ അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ മൊത്തം 1 പേജ് 2 പേജ് നിറച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ചാൻസ് കുറവാണ്. ചെറിയ പാരഗ്രാഫ്സ് ആയിട്ട് തിരിച്ച് എഴുതുകയാണെങ്കിൽ നമുക്ക് മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് എവിടെയാണ് പാരഗ്രാഫ് തിരിക്കേണ്ടത് എന്ന് അറിയാൻ പാടില്ല എന്ന് വെച്ചോ അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് തോന്നുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു 5-6 വരി വെച്ച് അങ്ങനെ പാരഗ്രാഫ്സ് തിരിച്ച് എഴുതാൻ മാക്സിമം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം അണ്ടർലൈൻ ചെയ്യുക. നിങ്ങൾ എഴുതുന്ന ആൻസേഴ്സിൽ നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണെങ്കിൽ ഇത് കുറച്ച് നല്ല ക്യാച്ചി ആയിട്ടുള്ളതാണ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ദേ ആർ അവർ ഫസ്റ്റ് ടീച്ചർ ആൻഡ് സ്കൂൾ. ഇപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ പേന വെച്ചോ പെൻസിൽ വെച്ചോ ഇതേപോലെ ഒന്ന് അണ്ടർലൈൻ ചെയ്തുതരാം. അപ്പോൾ ഇങ്ങനെ ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതിലേക്കൊരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ ഇതുണ്ടല്ലോ കറക്റ്റ് ആണല്ലോ എന്നൊക്കെ അങ്ങനെ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് മാർക്ക് കിട്ടും. എല്ലാവരും പാരഗ്രാഫ്സ് ഫുള്ളൊന്നും വായിച്ച് നോക്കണം എന്നില്ല. അപ്പം നമ്മൾ ആ ആൻസറിലേക്ക് അവരെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യണം. അതിനു വേണ്ടി നമ്മളിങ്ങനെ അണ്ടർലൈൻ ചെയ്തിടണം. ഇത്രയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ഇത്രയും ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പഠിക്കാണ്ടാ പോയിട്ട് ഉള്ളെങ്കിൽ പോലും നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ അത്യാവശ്യം കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് വീഴും. ഇനി കുറച്ച് കാര്യങ്ങൾ വേറെ ശ്രദ്ധിക്കേണ്ടത്, ഒരു എസ്സേ എഴുതുമ്പോൾ അതായത് ഒരു 5 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ഹെഡിങ് ആണ്. ഹെഡിങ് എന്തായാലും വേണം. കാരണം ഹെഡിങ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മാർക്ക് ചിലപ്പോൾ കിട്ടും ആ ഒരു ഹെഡിങ്ങിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തെഴുതിയാലും അതിനൊരു ഹെഡിങ് കൊടുത്ത് എഴുതാം. 4 മാർക്ക് 5 മാർക്ക് 8 മാർക്കിൻ്റെയൊക്കെ ആൻസേഴ്സ് എഴുതുമ്പോൾ ഹെഡിങ് കൊടുത്ത് എഴുതാം. ഹെഡിങ് എന്ന് പറയുന്നത് ബോൾഡ് ആയിരിക്കണം, അതേപോലെ തന്നെ അണ്ടർലൈൻ ചെയ്തിടണം. ഹെഡിങ് നമ്മൾ ഒന്ന് കറുപ്പിച്ച് എഴുതാം. ഇവിടെ കണ്ടില്ലേ, ഹെഡിങ് ഒന്ന് കുറച്ചുകൂടി കനത്തിൽ എഴുതാം. പിന്നെ അതേപോലെ തന്നെ അണ്ടർലൈൻ ചെയ്യാം. അത്രയാണ് ഹെഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഒരു എസ്സേ എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതാൻ പോണ ആ ടോപ്പിക്കിനെ കുറിച്ച് 2-3 ലൈൻ അതിനെക്കുറിച്ചൊന്ന് പറയാം. 3-4 ലൈൻ മതി മാക്സിമം. നെക്സ്റ്റ് അതിൻ്റെ പാർട്ടാണ് ബോഡി. ബോഡി എന്ന് പറയുന്നത് നെക്സ്റ്റ് പാരഗ്രാഫായിട്ട് എഴുതണം.
ആ ബോഡി തന്നെ പല പല പാരഗ്രാഫ്സ് തിരിച്ചെഴുതാം. ബോഡിയിലാണ് നമ്മൾ എന്താ എഴുതണേന്നുള്ളത്. ഇപ്പോൾ നമ്മളോട് എന്ത് ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചത് അതിൻ്റെ ആൻസർ ആ ബോഡിയിലാണ് വരുന്നത്. അപ്പോൾ ആ ബോഡി എന്ന് പറയുന്നത് പാരഗ്രാഫ്സ് തിരിച്ചെഴുതാം. ബിസിനസ്സൊക്കെ എഴുതുന്നവർ പാരഗ്രാഫ്സ് തിരിച്ച് അതിന് പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതാം. ഇനിയിപ്പോൾ നിങ്ങളൊരു ഇംഗ്ലീഷ് എസ്സേ ആണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഈ ബോഡിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ APJ അബ്ദുൽ കലാമിൻ്റെ കോട്ട്സൊക്കെ അറിയാമെങ്കിൽ അതെല്ലാം നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് എഴുതുക. അതുപോലെ തന്നെ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം, എക്സാം പേപ്പർ നോക്കുന്നവർ അങ്ങോട്ടേക്കൊന്ന് അട്രാക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എസ്സേയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കൺക്ലൂഷൻ. നമ്മൾ ബോഡിയൊക്കെ എഴുതി പാരഗ്രാഫ്സ് തിരിച്ച് ബോഡി എഴുതി കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ, ജസ്റ്റ് അതിനെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് ഒന്ന് ചുരുക്കി ഒരു 3-4 വരിയിൽ വേറൊരു പാരഗ്രാഫായിട്ട് കൺക്ലൂഷൻ എഴുതാം. ഇങ്ങനെ വേണം നമ്മൾ എസ്സേ എഴുതാൻ. അല്ലാതെ ചുമ്മാ നമ്മൾ ഒറ്റ ഇതിൽ പാരഗ്രാഫ് ഒന്നും തിരിക്കാതെ ചുമ്മാ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2.5 അല്ലെങ്കിൽ 3 മാർക്ക് കിട്ടുള്ളൂ. ഇത്ര ശ്രദ്ധിച്ച് എഴുതാനും നമുക്ക് 5 മാർക്കും സ്കോർ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഒരു അപ്രിസിയേഷൻ എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. അപ്രിസിയേഷനും മോളി പറഞ്ഞ പോലെ തന്നെ 4 പാർട്ടാണുള്ളത്. ഹെഡിങ്, ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. ഹെഡിങ് ആ പറഞ്ഞ പോലെ തന്നെ ബോൾഡും അണ്ടർലൈൻ ചെയ്തിടുക. ഇൻട്രൊഡക്ഷനിൽ ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ എഴുതുമ്പോൾ ആ ഓതറിനെ കുറിച്ച്, ഇപ്പോൾ ഹീസ് എ വെരി ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ്, പിന്നെ അദ്ദേഹത്തിൻ്റെ വേറെ നോട്ടബിൾ വർക്ക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് എഴുതുക. പിന്നെ ഇതിന് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഒരു 4-5 ലൈനിൽ കൊടുക്കാം. നെക്സ്റ്റ് പാർട്ടാണ് ബോഡി. ബോഡിയിൽ വേണം നമ്മൾ ആ പോയത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ പാരഗ്രാഫ്സ് തിരിച്ച് പോയം ആകുമ്പോൾ അതിലൊത്തിരി ഇമേജറീസ് ഉണ്ടാവും, ഓഡിറ്ററിയും അങ്ങനെ പല ഇമേജസ് ഉണ്ടാവും. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് റൈമിങ് സ്കീം ഉണ്ടെങ്കിൽ അത് എഴുതാം, റൈമിങ് വേർഡ്സ് എഴുതാം, മെറ്റഫർ, ഹൈപ്പർബലി, അങ്ങനെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ നിങ്ങൾക്ക് എന്തൊക്കെ അതിൽ നിന്ന് മനസ്സിലായോ അതെല്ലാം എഴുതാം. അതുപോലെ തന്നെ ഇതെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഈ അപ്രിസിയേഷൻ നമ്മൾ എഴുതുമ്പോൾ ഈ ബോഡിയും പാരഗ്രാഫ്സ് തിരിച്ചു വേണം എഴുതാൻ, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ മൊത്തം ഒറ്റയടിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് വായിക്കാൻ ആൻസർ പേപ്പർ നോക്കണവർക്ക് തോന്നില്ല. അതുകൊണ്ട് നമ്മൾ പാരഗ്രാഫ്സ് തിരിച്ചു എഴുതാം. നെക്സ്റ്റ് കൺക്ലൂഷൻ. കൺക്ലൂഷനിൽ ഈ ഒരു പോയത്തിൽ കൂടെ പോയറ്റ് എന്ത് മെസ്സേജാണ് റീഡേഴ്സിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്, നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നൊക്കെയുള്ള ഒരു കാര്യം ഒരു 3-4 ലൈനിൽ കൺക്ലൂഷനായിട്ട് കൊടുക്കാം. അതും ഒരു പാരഗ്രാഫിൽ വേണം എഴുതാൻ. ലാസ്റ്റ് പാരഗ്രാഫ് കൺക്ലൂഷൻ ആയിരിക്കും, അതിലിതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. പിന്നെ ഇംഗ്ലീഷിൽ നരേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നരേഷൻ ഇപ്പോൾ നിങ്ങളോട് ഇപ്പം നടക്കുന്ന കാര്യമാണ് നരേറ്റ് ചെയ്യാൻ പറയണമെങ്കിൽ നമ്മൾ പ്രസന്റ് ടെൻസിൽ ഇപ്പോൾ അത് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹോളിയുടെ ടേക്ക് ഓഫ് തന്നെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആളുകളെ അതിൽക്കൊണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്, ലൈവായിട്ടുള്ള കാര്യങ്ങൾ ആ രീതിക്ക് എഴുതുക. നരേഷൻ എഴുതുമ്പോൾ ആണെങ്കിൽ പോലും ഹെഡിങ് കൊടുക്കുക, പാരഗ്രാഫ് തിരിച്ചെഴുതുക എന്ത് എഴുതുമ്പോഴും. പിന്നെ ഇമെയിലും ലെറ്റർ ഇതിലേതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഈ ഇമെയിൽ ലെറ്റർ ഏകദേശം ഒന്ന് തന്നെയാണ്. ഇമെയിലിൻ്റെ ആ ഫോർമാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഉണ്ടാവും, അതൊന്നും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ജസ്റ്റ് അതേപോലെയൊക്കെ വരച്ചെഴുതുക. ഉള്ളിലെ കണ്ടന്റ് ലെറ്ററായിട്ട് ഒരേപോലെ സാമ്യമുള്ളതാണ്. ലെറ്ററിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഹായ് ഹവ് ആർ യു എന്നൊക്കെ പറഞ്ഞല്ലേ തുടങ്ങണേ, അങ്ങനെയൊക്കെ എഴുതുക. നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എഴുതുക. നെക്സ്റ്റ് ചെറിയൊരു പാരഗ്രാഫിൽ ഞാൻ എൻ്റെ ലെറ്റർ സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിലുള്ളവരോടൊക്കെ എല്ലാം അന്വേഷണം പറയണം, അങ്ങനെയൊക്കെ പറഞ്ഞ് റിപ്ലൈ തരണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയൊരു കാര്യം കൺക്ലൂഷൻ കൊടുത്തിട്ട് വേണം ഇമെയിൽ അല്ലെങ്കിൽ ലെറ്റർ എഴുതാൻ. ഇത് രണ്ടും ഏകദേശം സാമ്യമുള്ളതാണ്. ഇമെയിലിൻ്റെ ആ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്